വീഡിയോ. പിന്നെ അതായത് ഒരു കുട്ടി ചോദിച്ചിരുന്നു ആസിഡും ബേസും മിക്സ് ആക്കിയാൽ എന്ത് സംഭവിക്കും എന്നല്ലേ. യെസ്, ആസിഡും ബേസും മിക്സ് ആക്കിയാൽ എന്താ സംഭവിക്കുക? ആസിഡും ബേസും മിക്സ് ആക്കിയാൽ അത് ന്യൂട്രൽ ആവുക ചെയ്യുക. ന്യൂട്രൽ. യെസ്, ന്യൂട്രലായിട്ട് എന്ത് ഫോം ചെയ്യുമോ? വാട്ടറും ഉണ്ടാവും, സാൾട്ടും ഉണ്ടാവും. വാട്ടറും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഉപ്പ് ഒരു തരി പോലെ സാൾട്ടും ഉണ്ടാവും. പിന്നെ അപ്പോൾ ഏത് നാച്ചുറലാണ് ഉണ്ടാവുക? നമ്മൾ ആസിഡിക് ഇൻ നേച്ചറാണ്, ബേസിക് ഇൻ നേച്ചറാന്ന് പറഞ്ഞു അല്ലേ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോൾ ന്യൂട്രലാവും. വാട്ടർ നമ്മൾ ന്യൂട്രലാന്ന് പറഞ്ഞു അല്ലേ. വാട്ടറിൻ്റെ pH വാല്യൂ 7 ആന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ ന്യൂട്രൽ ആകുമ്പോൾ രണ്ടിൻ്റെ പ്രോപ്പർട്ടീസും ലോസ്റ്റ് ആയി പോവും, നഷ്ടപ്പെട്ടു പോവും. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ടൈട്രേഷൻ എന്ന് പറയുന്നൊരു പരിപാടി. പിന്നെ നമ്മൾ ബ്യൂരറ്റിൽ എന്ത് ചെയ്യും? ആസിഡ് എടുക്കും, എന്നിട്ട് പിപ്പറ്റ് ഔട്ട് ചെയ്യും, ബേസ്, എന്നിട്ട് അതിൽ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് ചെറുങ്ങനെ തുറന്ന് വിട്ടിട്ട് ഒരു എൻഡ് പോയിന്റിലെത്തി എന്ത് ചെയ്യുമോ? ന്യൂട്രലാവും. അപ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബ്യൂരറ്റ് പൊട്ടി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ. യെസ്, ഇവിടെ ബേസിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസസ് തന്നിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ തന്നിട്ടുണ്ട്. സോഡിയം. എൻ്റെ ഇവിടെ ചോദിക്കുകയാണ് സോപ്പ് ഉണ്ടാക്കുന്ന ഏതാ, മെഡിസിൻ ഉണ്ടാക്കുന്ന ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മേലെ ടേബിളിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇട്ടാൽ ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം പറയാം. കുറേ ആൾക്കാർക്കൊക്കെ ഡിറ്റർജൻറ്റ് ഉണ്ടാക്കുന്നത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെയോ യെസ്, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഹിബിസ്കസ് ഉപയോഗിച്ചിട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. യെസ്, പേപ്പർ എന്ത് ചെയ്താണ്? ടെർമറിക് റബ്ബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം. പിന്നെയോ ടെർമറിക് വാട്ടർ, അതായത് എന്ത് ചെയ്യുക? മഞ്ഞൾ വെള്ളം. പിന്നെയോ റെഡ് സ്പിനാച്ച്. പിന്നെയോ റെഡ് ക്യാബേജ്. പിന്നെ ബ്ലൂ കളേർഡ് ക്ലിറ്റോറിയ എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം. പിന്നെയോ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷൻ ആക്കുക. ജ്യൂസ് അടിച്ചിട്ടോ, എന്താ പറയുക, ബീട്രൂട്ട് വെള്ളം കലക്കുക, അല്ലെങ്കിൽ ബീട്രൂട്ട് വെള്ളം, നമ്മളെ എന്താ പറയുക, ഗ്രേപ്സ് ഇല്ലേ, ഗ്രേപ്പ് ജ്യൂസ് അടിച്ചിട്ട് ലേശം ഒന്ന് കുറച്ചൊരു ഗ്ലാസ്സിൽ ചൂടാക്കുക. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ ബേസില്ലേ, നമ്മളെ വീട്ടിൽ സോപ്പ് വെള്ളം ബേസ് അല്ലേ, നമ്മളെ വീട്ടിൽ ആഷിൻ്റെ സസ്പെൻഷൻ ബേസ് അല്ലേ, നമ്മളെ വീട്ടിലുള്ള വിനേഗർ ആസിഡ് അല്ലേ, നമ്മളെ വീട്ടിലുള്ള സിട്രിക് ആസിഡ് ഇല്ലേ അല്ലേ. യെസ്, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണോ? വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, റെഡ് അമരാന്തസ് എന്ന് പറഞ്ഞാൽ ചുവന്ന ചീര. അപ്പോൾ അതിൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ കളറെന്നാ, ആസിഡിൽ ആക്കിയപ്പോൾ അതിൻ്റെ കളറെന്നാ, ബേസിലാക്കിയപ്പോൾ അതിൻ്റെ കളറെന്താ. ഇവിടെ കുറച്ച് കുട്ടികൾ ഇരുന്നിട്ട് റെഡിയാക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണോ? അത് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു ടാബ്ലറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫില്ല് ചെയ്യാത്ത ഫുഡ്. യെസ്, നമ്മൾ സോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ ഡിറ്റർജൻ്റൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ എന്താണ് ഇവിടെ സോപ്പിന് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ കോസ്റ്റിക് സോഡ എടുക്കണം. ആദ്യം ഒരു ബീക്കറിൽ കോസ്റ്റിക് സോഡ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ വെള്ളം ചേർക്കണം. അപ്പോൾ ചെറിയ ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ട് ലേശം ഒരു എക്സോതെർമിക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യൂ? എന്നിട്ട് ആ ഒരു സാധനം കുറച്ച് തണിഞ്ഞാൽ എന്ത് ചെയ്യുക? കോക്കനട്ട് ഓയിലിലേക്ക് ഒഴിക്കുക. എന്നിട്ടോ സ്റ്റിർ ചെയ്യുക. അപ്പോൾ എങ്ങനെ സ്റ്റിർ ചെയ്യണോ? ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണോ? സ്റ്റിർ ചെയ്യണം. സ്റ്റിർ വൈൽ ഇതാ സ്ലോലി ആയിട്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണോ? സ്റ്റിർ ചെയ്യണം. സ്റ്റിർ ഇറ്റ് വെൽ, നന്നായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിച്ചു. എന്ത് ചെയ്യണം? അതിൽ ഒരു സോഡിയം സിലിക്കേറ്റ് കുറച്ച് ചേർക്കണം. പിന്നെ സ്റ്റോൺ പൗഡർ. എന്തിനാണ് സ്റ്റോൺ പൗഡർ ചേർക്കുന്നത്? തിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലോ നമ്മൾ നേരത്തെ ലാറ്റക്സ് തിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും ഉപയോഗിച്ചാൽ. പിന്നെ ഒരു ഫ്രാഗ്രൻസ് യൂസ് ചെയ്യണം അല്ലേ. ഫ്രാഗ്രൻസ്, കളറ്, അല്ലെങ്കിൽ സ്മെല്ല് എല്ലാം വേണം അല്ലേ, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മളത് മൗൾഡിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ടോ അത് സോളിഡായിട്ട് മാറിയാൽ നമുക്ക് അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഇങ്ങനത്തെ അച്ചുകൾ വീട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യുക? PVC പൈപ്പുകളൊക്കെ അച്ചായിട്ട് യൂസ് ചെയ്യുക അല്ലേ. ചില വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒന്ന് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആ കുടുംബശ്രീൻ്റെ യൂണിറ്റിലുള്ള കുറച്ച് കുട്ടികളൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളിവിടെ പെർഫ്യൂമായിട്ട് ഒരു എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എസ്റ്റർ ആഡ് ചെയ്യും, നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആൽക്കഹോള്, അതിലത് കാർബോക്സിലിക് ആസിഡ്, അതായത് നമ്മളെ അസിറ്റിക് ആസിഡ് ഉണ്ടല്ലോ, വേണമെങ്കിൽ അസിറ്റിക് ആസിഡ്, അതായത് ആസിഡ് വേണമെന്നേ ഉള്ളൂ. ആസിഡും ആൽക്കഹോളും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്മെല്ലിന്, ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ടി സ്മെല്ലെല്ലാം ഉണ്ടാവില്ലേ. നമ്മൾ ചില പെന്നുകളൊക്കെ എഴുതിയാൽ നല്ല സ്മെല്ലുണ്ടാവില്ലേ. ചില ഷാമ്പുകൾ നല്ല സ്മെല്ലുണ്ടാവില്ല. ചില സോപ്പുകൾ, അങ്ങനെ നമ്മൾ അതിലെന്ത് ചെയ്യും? ഫ്രാഗ്രൻസ് ആഡ് ചെയ്യും. ഇതവിടെ നമുക്ക് പറയാനുള്ള ടെർമറിക്കാണ്. ഒരു കുട്ടീൻ്റെ യൂണിഫോമിൽ കുറച്ച് മഞ്ഞളാവുകയാണ്. ആ മഞ്ഞൾ എന്ത് ചെയ്തു? അലക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകാൻ വേണ്ടി നോക്കിയപ്പോൾ എന്ത് ചെയ്ത്? റെഡായി മാറി. എന്താ സംഭവിച്ചത്?
നമ്മൾ നേരത്തെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഹിബിസ്കസ് കൊണ്ട് വരച്ചിട്ടുണ്ടാക്കിയിട്ട് കുറേ ആസിഡുകളിൽ നമ്മളാക്കിയപ്പോൾ ആ ബ്ലൂ ടേൺസ് ടു റെഡ് ആയി അല്ലേ. ബ്ലൂ അതുപോലെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ടർമറിക്ക് ഉപയോഗിക്കുക അല്ലേ. ടർമറിക്ക് ആക്കിയിട്ട് ഒരു ഡ്രസ്സിലായിട്ട് പിന്നെ കുറച്ച് സോപ്പാക്കിയാൽ എന്ത് ചെയ്യും, അത് മഞ്ഞ ചുവപ്പാവും. അത് ഉമ്മമാരോടെല്ലാം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മഞ്ഞളായാലും അത് പോവോ ഇല്ലയോ, എന്ത് കളറായിട്ട് വരിക എന്നൊക്കെ. ഇനി നമ്മളെ ലെറ്റസ് അസസ് എന്നുള്ളൊരു ഭാഗമാണ് അല്ലേ. യെസ്, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം അല്ലേ, പതിമുഖമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ നമുക്കറിഞ്ഞൂടെ, നമ്മൾ നേരത്തെ നോക്കിയല്ലേ, സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. പിന്നെയോ ഇവിടെ ഒരു യെസ് ഓർണ ചോദ്യമാണ് അല്ലേ, നോ എന്ന് കൊടുക്കാം നമുക്ക്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണോ, പിന്നെ ചെയ്ത് എന്തുകൊണ്ടാണ് നോ വന്നത്, നമ്മളിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആ സോർ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാമല്ലോ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഉപയോഗിക്കുക. പിന്നെ നമ്മളെന്തിനാ വെറുതെ ആസിഡ് കണ്ണിലായാൽ തന്നെ പ്രശ്നമാണ്, കൈമലായാലും പ്രശ്നമാണ്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളെ വലിയ ആസിഡുകളൊക്കെ താഴെ വെക്കും, നല്ല പിന്നെ എന്താ പറയുക ഒരു കൂളിംഗ് എല്ലാം ഉള്ള പോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ. എന്തിനാ താഴെ വെക്കുന്ന, പിന്നെ അതായത് പിന്നെ മെറ്റൽ എന്തുകൊണ്ട് വെക്കാത്ത, മെറ്റൽ കൊറോഡാവും, കൊറോഷൻ സംഭവിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെയോ പിന്നെ ഇതാ യെസ്, അഞ്ചാമത്തെ ആറാമത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. യെസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, ഒരു നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ഒരു മാജിക് കൊണ്ടാണല്ലേ, ഒരു സയൻസ് മാജിക് സെഷൻ സെറ്റാക്കാം നമുക്കല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. പിന്നെയോ ഹൈഡ്രജൻ ബലൂണിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇവിടെ 6th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ആസിഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, നാച്ചുറൽ ഉണ്ട്, പിന്നെ ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, നാച്ചുറൽ ഉണ്ട്, ലാബിലുണ്ട്. നാച്ചുറൽ നമ്മൾ ലാസ്റ്റ് ഒരു ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടാബിളും ഫില്ല് ചെയ്യുക. യെസ്, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആറാമത്തെ അതായത് എച്ച് വരെ. യെസ്, ഇവിടെ 8 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ആസിഡിൻ്റെ പിന്നെ പെക്യുലാരിറ്റീസ് ഏതാണ്, ബേസിൻ്റെ പെക്യുലാരിറ്റീസ് ഏതാണെന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് വരച്ചിട്ട് ആസിഡ് ബേസ് എന്ന് ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതുക, ബേസ് എന്ന് പറഞ്ഞിട്ട് പെക്യുലാരിറ്റീസ് എഴുതുക. അപ്പോൾ എല്ലാ ആളുകളും തിങ്കളാഴ്ച